ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ മാമ എർത്തിൻ്റെ ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പം ഈ ഒരു ഫേസ് വാഷ് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാമെന്നുള്ളതും അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് വൈറ്റമിൻ സി അതുപോലെ തന്നെ ടെർമറിക്കും കൂടി ആഡഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ഇത് നെറ്റ് കണ്ടന്റ് വരുന്നത് 50 ml ആണ് കേട്ടോ. അതുപോലെ പാരബൻ ഫ്രീ ആണ്, അതുപോലെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, അതുപോലെ സൂറ്റബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഫോർ സ്കിൻ ഇലൂമിനേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ് കേട്ടോ. കാരണം നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് കുറച്ചൊരു 2 ഷെയ്ഡ് നമുക്ക് ഒരു ഒരുപാട് വെളുത്തുന്നല്ല, എന്നാലും നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ അവസാനം പറയാം കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റാഡിക്കൽ ഡാമേജ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുമെന്ന് പറയുന്നത്. അത് നല്ലൊരു സ്കിൻ, ഈ ഒരു ഫേസ് വാഷ് നമുക്കൊരു ഈവൻ ആക്കി നമ്മുടെ സ്കിൻ ടോൺ നല്ലൊരു ഈവൻ ആക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 99 rupees ആണ് കേട്ടോ. ഇത് നമുക്കിപ്പോൾ എല്ലാ ഓൺലൈനായിട്ടൊക്കെ നമുക്കിത് വാങ്ങിക്കുകയാണെങ്കിൽ ഇത്രയും പ്രൈസ് ഒന്നും ആവത്തില്ല. ഇത് അത്യാവശ്യം നല്ലൊരു നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് തരുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് വാഷിൽ നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് വാഷ് നമുക്ക് ഏത് സ്കിൻ ടൈപ്പ്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓൾ സ്കിൻ ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു ഓയിലി ആയിട്ടുള്ള സ്കിൻ ടൈപ്പിന് പറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കിത് നന്നായിട്ട് കുറച്ചും കൂടി നമ്മുടെ ഫേസിൽ കുറച്ച് ഡ്രൈ ആവുന്ന പോലെ തോന്നി. എൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് എനിക്കിത് ഓക്കെയാണ് കേട്ടോ. കോമ്പിനേഷൻ നോർമൽ സ്കിൻകാർക്കൊക്കെ ഇത് സ്യൂട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻകാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് ടെർമറിക്കും അതുപോലെ തന്നെ ടെർമറിക്ക് ആഡ് ആയതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ടെർമറിക്കും കൂടി ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചിലർക്ക് എന്താ പറയുക സ്കിന്നിൽ അലർജി, ഇങ്ങനെ മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാം സ്കിന്നിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞൾ, ഇപ്പോൾ ടെർമറിക്ക് അലർജി ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന നല്ല ഓയിലി ആയിട്ടുള്ള സ്കിൻകാർക്ക് ഉറപ്പായിട്ടും നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇത് കുറച്ച് എന്താ പറയുക, ഇത് നല്ല ഓയിലി സ്കിൻകാർ പെട്ടെന്ന് ഡ്രൈ ആക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ നല്ല റിസൾട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നും. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫേസൊക്കെ നന്നായിട്ട് ഒരു നല്ല ഇതായിട്ട് തോന്നിട്ടോ. കുറച്ചും കൂടി നമ്മുടെ ഫേസിൽ 2 ഷെയ്ഡൊക്കെ നമുക്കൊരു കളറൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ വലിയ കളറല്ല, ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫേസൊക്കെ അഴുക്കൊക്കെ മാറി നല്ലൊരു ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. നല്ലൊരു ഗ്ലോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ പറയാമല്ലോ, നമ്മളിപ്പോൾ നമ്മുടെ ഫേസിലിപ്പോൾ ഫേസ് ചെയ്യുമ്പോൾ ഹെയർ ഒക്കെ കളയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമുക്ക് ചില കണ്ണിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എരിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കണ്ണിലൊക്കെ പോകാതെ നോക്കുക. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുഖത്ത് നമ്മൾ ഹെയർ ഒക്കെ കളഞ്ഞതിന് ഇതങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര നീറ്റിൽ പോലെയൊക്കെ ഉണ്ടാവും. അത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഫേസ് വാഷാണ്. നിങ്ങൾക്ക് ഓയിലി ആയിട്ടുള്ള സ്കിൻകാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മഞ്ഞളും കൂടി ഉള്ളതുകൊണ്ട് എന്തായാലും യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഫേസ് വാഷിൻ്റെ ഒരു പാക്കിങ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു യെല്ലോ കളറിലെ ഒരു ഷാമ്പൂവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ഫേസ് വാഷ് കേട്ടോ. അതുപോലെ ലൈറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളിത് മാമ എർത്തിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ഒരു തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ഓളൊന്ന് ഓപ്ഷനിലാക്കി ഇടുമ്പോൾ ഞാൻ ഇടുന്ന ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ.